അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. വ്യത്യസ്തമായ കുടുംബ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാരൻറ്റിങ് സ്റ്റൈലുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിലുണ്ടാവുന്ന ചെറിയ ചെറിയ തർക്കങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളൊക്കെയാണ് സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഇന്നും കുടുംബത്തിൽ നമ്മൾ ഏറെ പ്രയാസമനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു പരിഹാരമായാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ളൊരു പരിഹാരം എങ്ങനെയാണ് ഇത്രമാത്രം ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ദാമ്പത്യ ബന്ധം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാനും വേണ്ട നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും പതിവ് പോലെ നമ്മളോടൊപ്പം ഈ സ്നേഹക്കൂടിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാറാണ്. ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് വളരെയധികം പരിജ്ഞാനമുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള മാന്യ വ്യക്തി, അതുപോലെ തന്നെ മികച്ച ഒരു അധ്യാപകൻ. ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതങ്ങളിലെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ സ്നേഹക്കൂട്ടിൽ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ കിട്ടുന്ന ചില പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്കേറെ സന്തോഷമുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്കൊക്കെ ഇടം ലഭിക്കുന്നു എന്നതിൽ തീർച്ചയായും പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇത് എന്നുള്ളതാണ്. നമ്മളറിയാത്ത എത്രയോ ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വരുന്നു, അതിലെ അവതാരകർ വരുന്നു, അതിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ വരുന്നു. അവരുടെ കുടുംബങ്ങളിലെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുന്നോട്ട് പോകാൻ സാധിച്ചതിന് നന്ദി അറിയിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്നേഹക്കൂട്ടിൽ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിലായിരുന്നു പലപ്പോഴും ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും പലപ്പോഴും വളരെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പരസ്പരം ഡിവോഴ്സ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് കൂടുതൽ എന്നാണ് തോന്നുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം കാര്യങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ പരിചയവും അനുഭവവും താങ്കൾക്കുണ്ട്. താങ്കൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു അനുഗ്രഹിച്ച തൗഫീക്ക് തന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ വാട്ട് ഈസ് ദ റീസൺ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അതിനുള്ള ഒരു പരിഹാരം എന്താണ്? തീർച്ചയായും വളരെ കാലോചിതമായ, എന്തുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ മേഖലയിൽ ജീവിതം കുടുസാവുകയും വൈവാഹിക ജീവിതത്തോട് തന്നെ ഒരു തരം നീരസം ഉണ്ടായി വിവാഹമോചനം തേടുന്ന, അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായി ജീവിതം പങ്കുവെക്കാൻ വേണ്ടി ഒളിച്ചോടുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കിടയിൽ, അത് 2-3 കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾ പോലും എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത രൂപീകരിക്കപ്പെടുന്നു. വാട്സപ്പ് കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഉള്ള വാട്സപ്പ് കൂട്ടായ്മകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എനർജി പണ്ട് ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെ പുനർജീവിപ്പിക്കാനും അത് നിലനിർത്താനും ആഗ്രഹിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇതിൽ ഒരുപാട് കാരണങ്ങൾ, വൈവാഹിക ജീവിതത്തോട് നീരസമുണ്ടായി ഭർത്താവിനോട് ഡിവോഴ്സ്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നിയത്, പലപ്പോഴും ഈ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടാവുന്ന ലവ് അഫെയർസ്, കൗമാരത്തിലുണ്ടാവുന്ന പ്രണയങ്ങൾ, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് അവരുടെ ശരീരത്തിൽ
ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണത്, പ്രത്യേകിച്ച് ഹോർമോൺ മാറ്റങ്ങൾ. അപ്പോൾ എതിർ ലിംഗത്തിലുള്ള കുട്ടിയോട്, പെൺകുട്ടിയോട് അമിതമായ ഒരു താല്പര്യവും ഇഷ്ടവും അടുപ്പവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഇൻറ്റിമസി വളരെ നല്ല രൂപത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പ്രായമായതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. കാരണം ഒരു ഫസ്റ്റ് സെക്സ്വൽ എക്സ്പീരിയൻസ് ആണത്. അപ്പം ഇത്തരം അഫയേഴ്സ് ഉണ്ടായി, എന്നാൽ അത് പോവാണില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. കല്യാണം കഴിക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യമുണ്ടായ ആ ഒരു അനുഭവം അവിടെ തങ്ങി നിൽക്കുകയും രണ്ടാമത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, കാരണം ആ ഒരു താരതമ്യ പഠനം സ്വാഭാവികമാണ്. ഇവിടെ തൻ്റെ ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിക്കാനും അവളുമായിട്ടൊരു നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കാതെ വരുന്നു. അതിൽ പൈശാചികമായ എലമെൻറ്റും ഉണ്ട്. കാരണം വൈവാഹിക ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കാം, ഇവർക്കിടയിൽ എങ്ങനെ ബ്രേക്ക് ഡൗൺ കൊണ്ടുവരാം എന്നുള്ള ഗവേഷണമാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഒരു വിവാഹമോചനത്തിലേക്ക്, ഡൈവേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഏഴ്സ്റ്റ്വൈൽ മുമ്പുണ്ടായ ലവ് അഫെയേഴ്സ് ആണ്. അപ്പോൾ ഈ ലവ് അഫെയർ എന്നുള്ള ഘടകം, ഇത്തരത്തിലുള്ള ഒരു ചിന്ത പിന്നെ പുരുഷനുണ്ടാവാനും അത് സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് വേണ്ട ഒരു ഇൻറ്റിമസി, പരിഗണന, സ്നേഹം, തലോടൽ, ഇതൊക്കെയാണല്ലോ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അത് ഭർത്താവിൽ നിന്ന് ആ ഒരു ഇൻറ്റിമസി കിട്ടാതെ വരുമ്പോൾ ഇയാളുടെ കൂടെ ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം. പണ്ട് കാലത്തൊന്നും ഇത് അത്ര ഓപ്പണായി സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഇനി ഒരാൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ഉള്ളിൽ ഇങ്ങനെ അമർന്ന് ഒരു പ്രഷർ കുക്കർ പോലെ മുന്നോട്ട് വരുന്നു. എന്നാൽ ഇന്ന് അവരുടെ സ്വകാര്യമായ, ഏതൊരു പെൺകുട്ടിക്കും അവളുടെ സ്വകാര്യമായ ദുഃഖങ്ങളും അവളുടെ നൊമ്പരങ്ങളും ഒക്കെ മറ്റുള്ളവരോട്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അന്വേഷണം നടത്താനും ഒക്കെ ഉള്ള എല്ലാ വാതായനങ്ങളും തുറക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പെർമിസീവ്നെസ്, എല്ലാറ്റിനും സാധിക്കും, അനുവദിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം, പിന്നെ ലിബറൽ തോട്ട്സ്, ഇതൊക്കെ പെൺകുട്ടികളിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ പ്രധാനമായും എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് കേസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പാഠം. ഓക്കെ, അപ്പോൾ പലപ്പോഴും കുടുംബബന്ധം ശിഥിലമാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ മുമ്പുണ്ടായ പഠന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അഫെയേഴ്സ് വലിയൊരു ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതുപോലെയുള്ള ബന്ധങ്ങളാണ് വീണ്ടും വിവാഹ ജീവിതമൊക്കെ കഴിച്ച് മുന്നോട്ട് പോയി മക്കളൊക്കെ ഉണ്ടായതിനു ശേഷവും എവിടെയെങ്കിലും ഒന്ന് സംഗമിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വീണ്ടും ആ പ്രണയം മൊട്ടിടുകയും അത് പുഷ്പിക്കുകയും തൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ വിട്ടേച്ച് പോകാനുള്ളൊരു സാഹചര്യം പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയൊക്കെ അവഗണിക്കാനുള്ളൊരു സാഹചര്യം പുരുഷനും ഉണ്ടാവുന്നു എന്നുള്ളതൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്. അപ്പം അതുപോലെയുള്ള സംഭവങ്ങളിലേക്കൊന്നും എത്താതിരിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥികളോട്, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരോട് ഉണർത്താനുള്ളത് ഈ സ്നേഹക്കൂട് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു വിവാഹം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. പൈശാചികമായ കാര്യങ്ങളിലേക്കൊന്നും എത്താതെയും പോകാതെയും ശ്രദ്ധിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചാലഞ്ചായിക്കൊണ്ട് തന്നെ, ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിയ ആളുകളോട് പറയാനുള്ളത്. മുമ്പുണ്ടായത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണ്. നമ്മളടുത്ത് വന്ന മിസ്റ്റേക്കുകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുക.
ഇനിയൊരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പഴയത് പൊടി തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമോ സ്വഭാവമോ ഉണ്ടാവാതിരുന്നാൽ നമുക്ക് അള്ളാഹു നൽകിയ ഭർത്താവാണ്, ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ സന്തോഷങ്ങൾ ലഭിക്കാനും കൈമാറാനും പരസ്പരം കൊടുക്കാനുമുള്ളത് ഇണകളായി ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനും തിരിച്ച് ഭാര്യയ്ക്കുമാണ്. അത് മാത്രമേ ഞാൻ ചെയ്യൂ. എൻ്റെ ഒരു സ്നേഹം അനാവശ്യമായ മറ്റുള്ളവരിലേക്ക് പകരുകയില്ല എന്നൊരു തീരുമാനത്തോടു കൂടി വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള. അപ്പോൾ വലിയൊരു കാരണമാണ് പറഞ്ഞത്. ഈ ഒരു കാരണത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടി ദീനി നിഷ്ഠയുള്ള, മതനിഷ്ഠയുള്ള എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിയത്. ഈവൻ തഹജ്ജുദ് പോലും കൃത്യമായി നിർവഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർ കലാലയത്തിലെത്തുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് അതുവരെ +2 തലം വരെ കുട്ടികൾക്കുണ്ടായ ഒരു സാഹചര്യമല്ല +2-ന് ശേഷം ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത്. അവിടെ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് വിവാഹത്തോട് തന്നെ ഒരു തരം വലിയ മുഷിപ്പും അല്ലെങ്കിൽ വിരക്തിയും ധ്വനിപ്പിക്കുന്ന സംഭാഷണങ്ങളും ശൈലികളുമാണ് ഇത്തരം പ്രൊഫഷണൽ കലാലയങ്ങളിൽ തന്നെ ആ ഒരു സൗഹൃദ ഭാവം കൊണ്ട് അല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൊണ്ട് ആണും പെണ്ണും തമ്മിൽ ഒരു നല്ല സൗഹൃദം ആയിക്കൂടെ, എന്താണ് അതിന് തകരാറ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം സംഭാഷണങ്ങളും അത്തരം സൗഹൃദങ്ങളും വർദ്ധിക്കുമ്പോൾ ദീനി നിഷ്ഠയിൽ ജീവിച്ച കുട്ടികൾ പോലും ഇത്തരം കലാലയങ്ങളിൽ എത്തുമ്പോൾ ആ ഒരു മോഡിലേക്കാണ് മാറുന്നത്. പിന്നെ അവരുടെ നമസ്കാരത്തെയും തഹജ്ജുദിനെയും പ്രാർത്ഥനയെയും ദൈവഭക്തിയെയും ഒക്കെ അത് ബാധിക്കുകയാണ്. പിന്നീട് അവർ ഇത്തരം ലവ് അഫെയേഴ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ ആദ്യമൊന്നും അഫെയർ ആയിട്ടല്ല അത് തുടങ്ങുക. കാരണം എനിക്ക് ഏറ്റവും നല്ല ഒരു ഫ്രണ്ടാണ്, അത് മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാവൂ എന്ന് രണ്ടുപേരും ചിലപ്പോൾ തീരുമാനിച്ചിട്ട് പോലും ഉണ്ടാവും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഈ സൗഹൃദം ഒരു അഫെയർ സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികൾക്ക് വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വില്ലൻ കടന്നു വരുന്നത്. പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കാരണം മാതാപിതാക്കൾ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ എൻ്റെ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടിയാണ്, മതവിഷയത്തിൽ വളരെ ചിട്ടയുണ്ട്, നോമ്പ് സുന്നത്ത് പോലും അനുഷ്ഠിക്കാറുണ്ട്, ഈ കുട്ടിയെയാണ് ഞാൻ പ്രൊഫഷണൽ കലാലയത്തിലേക്ക് പറഞ്ഞയച്ചത്. അപ്പം ഈ പാരന്റ്സ് മനസ്സിലാക്കുന്നത് കലാലയത്തിൽ പറഞ്ഞയക്കുന്ന കുട്ടി നല്ലൊരു കുട്ടിയാണ്, എല്ലാ അർത്ഥത്തിലും ഉമ്മക്ക് പോലും മാതാപിതാക്കൾക്ക് പോലും ഉപദേശങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്ന കുട്ടിയാണ്, ആ കുട്ടി മാറില്ല, അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുട്ടീനെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ കുട്ടിക്കാണ് വലിയ മാറ്റം ഉണ്ടായിട്ട് മതപരമായ ആ നിഷ്ഠയോട് തന്നെ ഒരു തരം പുച്ഛവും അത്തരം സമീപനത്തോടും അത്തരം വേഷവിധാനത്തോടും ഒരു തരം വിരക്തി ഉണ്ടാവുകയാണ്. ഇത് അവരുടെ ദാമ്പത്യ ജീവിതം. പിന്നീടാണല്ലോ അവർ കല്യാണം കഴിക്കപ്പെടുക. കല്യാണം കഴിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ഭർത്താവുമായിട്ട് സമരസപ്പെടാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടാണോ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അഫെയർ ജനിച്ചിട്ടുള്ളത്, അത് പങ്കുവെച്ചിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒറിജിനൽ വൈഫിനോട് തുറന്ന ഒരു സ്നേഹവും പരിഗണനയും പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഈ ഒരു ഡിവേഴ്സ് എന്ന ചിന്ത, പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടാൻ അല്ലെങ്കിൽ ജീവിതം പങ്കുവെക്കാൻ. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് തനിക്ക് പരിഗണനയും സ്നേഹവും തലോടലും ഒക്കെ തരുന്നത്, അവരിലേക്ക് ചായുന്ന ഒരു ദുർബലത ഇനി വലിയ തഖ്വയുണ്ട് എന്ന് പറയുന്ന സ്ത്രീക്ക് പോലും ഉണ്ടാവും. കാരണം മനുഷ്യന്റെ മനസ്സിനെ തിന്മയിലേക്ക് നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു സൃഷ്ടി അള്ളാഹു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ ഡ്യൂട്ടി അവൻ നിർവഹിക്കും. അതാണ് അതിലുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. അതാണ് മാതാപിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹക്കൂടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് കൃത്യമായ മുൻധാരണയും അതുപോലെ തന്നെ അവബോധവും ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് സർ നമ്മളോട് പറഞ്ഞത്.
രക്ഷിതാക്കൾ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്നൊരു ലിബറൽ ചിന്താഗതി കുട്ടികൾക്കിടയിൽ വല്ലാതെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എത്ര ദീനീ നിഷ്ഠയോടുകൂടി ജീവിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും കലാലയങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന ചില ആഭാസങ്ങളും അവിടെ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന തങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റുകൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെയൊക്കെ ആയിക്കൂടാ. കുട്ടികളോട് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബെസ്റ്റികളാണ് എന്നാണ് പറയുള്ളത്. ബെസ്റ്റി, ഇറ്റ് ഈസ് എ ന്യൂ ടേം, ഒരു പുതിയ ഇതാണ്. അതുപോലെ ചങ്കുകളാണ് അല്ല, ഇങ്ങനെയുള്ള പുതിയ ചില വാക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് കടന്ന്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രം. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രണയമല്ലല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു രൂപത്തിലാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തുടങ്ങി പിന്നീട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു സംഘമായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് അതിങ്ങനെ ഗ്രൂപ്പൊക്കെ മാറി ഇൻഡിവിജ്വലി ആയി മാറും. ഇവർ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്കിരിക്കുന്ന, സംസാരിക്കുന്ന, ഒരു പക്ഷേ യാത്രകൾ പോലും നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നു. അവസാനം നമ്മളൊരു വിവാഹ അന്വേഷണത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർ രണ്ടുപേരും ആ ഒരു സമയത്താണ് പലപ്പോഴും രക്ഷിതാക്കളോട് ഇത് തുറന്ന് പറയുക, എനിക്കൊരു കല്യാണം വേണ്ട. ചില കുട്ടികൾ ആ രൂപത്തിൽ പറയാം, കല്യാണമേ എനിക്ക് വേണ്ട എന്ന് പറയും. രക്ഷിതാക്കൾ കുറച്ച് പേടിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ആ രൂപത്തിലാണ് പറയുക. ഇനി രക്ഷിതാക്കളോടൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ ഇന്ന ആളെ പ്രണയിക്കുന്നുണ്ട്, എനിക്ക് ആ കല്യാണം മതി. പലപ്പോഴും ഇതുപോലെയുള്ള അന്വേഷണങ്ങളുമായി പോകുമ്പോൾ, തല താഴ്ത്തി രക്ഷിതാക്കൾ പോകുമ്പോൾ, തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പെൺകുട്ടിയാവണമെന്നില്ല, അതല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പറ്റിയ ഒരു ആൺകുട്ടിയാവില്ല നമ്മുടെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചത് എന്നുള്ളതാണ്. ദീനീനിഷ്ഠയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരു ബന്ധമില്ലാത്ത പല കണ്ടെത്തലുകളൊക്കെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് കൗമാര കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ മക്കൾ പറയുമ്പോൾ ആകെ തകർന്നടിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന ഒരു വലിയ ചോദ്യചിഹ്നവുമായി തല താഴ്ത്തി പല രോഗങ്ങൾക്കും അടിമകൾ, ഓൾറെഡി രോഗികളായ ആളുകൾ ഇതുകൂടി കേൾക്കുമ്പോൾ പക്ഷാഘാതം വന്ന് പാടെ കിടക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലൊരു ഗുഡ് റാപ്പോ രക്ഷിതാക്കളും മക്കളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്, വലിയൊരു കാര്യമാണ്. എത്ര നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വേണം പ്രിയ രക്ഷിതാക്കൾ മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിബറൽ ചിന്താഗതി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വലിയ വില്ലനായി വരുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് സാർ നമ്മളോട് പങ്കുവെച്ചത്. അടുത്തൊരു കാരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ദാമ്പത്യം തന്നെ സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. രണ്ടുപേരുടെയും മനഃശാസ്ത്രത്തിലും അവരുടെ പ്രകൃതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഇവിടെ സ്ത്രീക്ക് വിവാഹത്തിൽ കൂടി ലഭിക്കേണ്ടത് സ്നേഹമാണ്, തുറന്ന സ്നേഹം. അത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യമാവേണ്ടതുണ്ട്. അപ്പം ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അതുപോലെ പരിഗണന കൊടുക്കാതിരിക്കുക, അല്ലെ മറ്റ് കുടുംബ അംഗങ്ങൾക്കിടയിൽ അവിടെ വെച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന അവസ്ഥ, അതുപോലെ തൻ്റെ ഭർത്താവിൽ നിന്ന് രോഗമാവുന്ന ഘട്ടത്തിൽ ആ ഒരു പരിചരണം, അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതുപോലെ പരിചരണം നടത്തുക, പരിഗണിക്കുക, തലോടേണ്ട ഘട്ടത്തിൽ സാന്ത്വനിപ്പിക്കേണ്ട ഘട്ടത്തിൽ തലോടലും സാന്ത്വനവും കൊടുക്കുക. ഇതൊക്കെ ഭർത്താവിൽ നിന്ന് മാത്രം കിട്ടേണ്ട സ്പർശനങ്ങൾ, ആ ഒരു ഗുഡ് ടച്ച്. ആ ടച്ച് ഫീലിംഗ് അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഭർത്താവ് നൽകാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പോൺ എഡിക്ഷനിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം രതിചിന്തകൾ മനസ്സിൽ തള്ളിക്കയറുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും ആ സുന്ദരിയായ ഭാര്യയോട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ മനസ്സിലാണ് ഇത്തരം ചിന്തകളും വികാരങ്ങളും ഒക്കെ സന്നിവേശിപ്പിക്കുന്നത്. അപ്പം അത് ഒറിജിനലാണ്. അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ബാഹ്യ പ്രകടനങ്ങളിൽ കൂടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷണൽ ടച്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം ഭർത്താവ് തന്നിൽ നിന്ന് മാനസികമായി അകന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് ലൈംഗികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പം മാസങ്ങളായിട്ട് എന്നോട് ലൈംഗിക ബന്ധത്തിന് എൻ്റെ ഭർത്താവ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയ ചിന്ത നെഗറ്റീവായ ചിന്തകളായിരിക്കും. അതായത് എന്തിനാണ് എൻ്റെ ഭർത്താവ് എനിക്ക്, ഞാനും ഈ ഭർത്താവ് ഒന്നിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം ഒരു ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹം, പരിഗണന, തലോടൽ, സാന്ത്വനം, ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു ചിന്തയാണ് പലപ്പോഴും സ്ത്രീകളെ, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ശക്തികൾ വേറെയുണ്ട്. കാരണം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റിങ് ചെയ്യുന്ന, ഫോൺ വിളിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന, എന്നിട്ട് ട്രാപ്പ് ചെയ്യുന്ന. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ദാഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ഈ പെണ്ണിനെ ട്രാപ്പ് ചെയ്യാണ്. ട്രാപ്പ് ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം ഫോൺ റെക്കോർഡഡ് ആണ്. സ്വാഭാവികമായിട്ട് പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, മിസ്യൂസ് ചെയ്യുന്ന, സെക്സ് അബ്യൂസിന് പോലും വിധേയമാക്കുന്ന അവസ്ഥ സ്ത്രീകളുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പുരുഷൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. സ്ത്രീയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലെ, വിവാഹത്തിന് മുമ്പ് പുരുഷന് ലഭിക്കേണ്ട ഒരു അവബോധമുണ്ട്. അതിനി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വൈവാഹിക ജീവിതത്തിന്റെ ബേസിക്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി ആദ്യ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് അവരിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനുമായി ഇഴകി ജീവിക്കാൻ, നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. കാരണം അവര് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വെൽ റെഡാണ്, നല്ല അവബോധം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയ ഒരു പെണ്ണ് അത് സഹിച്ചവിടെ ഇരിക്കണം എന്നില്ല. അവൾ വേറെ വഴികൾ തേടും, അല്ലെങ്കിൽ അത്തരം സ്നേഹം കിട്ടുന്ന വ്യക്തിയിലേക്ക് ചാടുകയും അല്ലെങ്കിൽ ഒളിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥ വരെ. കാരണം എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്ന ഒരു ചിന്തയാണ് ഇത്തരം പെൺകുട്ടികളെ വേട്ടയാടുന്നത്. അതുകൊണ്ട് വിദ്യാസമ്പന്നർ എന്ന് നമ്മൾ കണക്കാക്കുന്ന പല കുട്ടികളിലും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും അവർ തയ്യാറല്ല. അവർ പറയും ഇത് ഒന്നിച്ചു പോവില്ല, അതുകൊണ്ട് എനിക്ക് ഡിവേഴ്സ് വേണം. ഈ ഒരു ആഗ്രഹം പറയുന്ന വിദ്യാസമ്പന്നരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് കൗൺസിലിംഗ് പഠനങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നത്. ഹ്യൂമൻ സൈക്കോളജി, അതിൽ സ്ത്രീകളുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, പുരുഷൻ്റേത് മറ്റൊരു വ്യത്യസ്തമാണ്. ഇമോഷണൽ സപ്പോർട്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഭർത്താവിൽ നിന്ന്, തൻ്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാണിനെ സംബന്ധിച്ച് ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു അനുസരണയുമാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ്. പരസ്പരം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം തകരാൻ വേറെ എവിടേക്കും പോകേണ്ടതില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ രണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാവൂ എന്നുള്ളതാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ, ഇപ്പോൾ ഒരാണിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട പരിഗണന എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതികളാണ് കൂടാറുള്ളത്. മറിച്ച് ഒരു സ്ത്രീ സംബന്ധിച്ച് ഇതേ അവസരത്തിൽ അവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും അവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ പോലും എന്ന് പറഞ്ഞൊന്ന് കേട്ടാൽ പോലും മതി. പക്ഷെ പലപ്പോഴും അതിന് പോലും സമയം ഭർത്താക്കന്മാർ കണ്ടെത്താറില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. അപ്പോൾ ഇവിടെ ഇമോഷണൽ സപ്പോർട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനും അതൊന്ന് മനസ്സിരുത്തി കേട്ടുകൊണ്ട് അതിന് വേണ്ട റിപ്ലൈ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് അവർക്കൊരു വലിയ അംഗീകാരമായിട്ടും അവരോടുള്ള നമ്മുടെ സ്നേഹവുമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് സാരമില്ല എന്നൊരു വാക്കുമായി
ഒന്ന് തലോടിയാൽ വലിയ പ്രശ്നങ്ങൾ പോലും മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർക്ക് വലിയ ഭാരമായിട്ടായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഇതൊക്കെ സാരമില്ല, അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ വരുന്ന ചില സംഭവങ്ങളല്ലേ ഉള്ളൂ, ഇത്ര മാത്രമല്ല സംഭവിച്ചിട്ടുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരാശ്വാസത്തിൻ്റെ വാക്ക് മാത്രം മതിയാവും ആ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവനും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതില്ലാതിരിക്കാനുള്ള പലപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് റിയൽ സോഴ്സിൽ നിന്ന് കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ അവിടെയാണ് പ്രസക്തമാവുന്നത് എന്നുകൂടി ഈ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ ഇണക്ക് തൻ്റെ അടുക്കൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ പ്രഥമ പരിഗണന ഞാൻ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ, ഇത് ആണായാലും പെണ്ണായാലും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ദാമ്പത്യ ശൈഥല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നല്ല ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നൽകാൻ ഒരു പരിധിവരെ നമ്മുടെ പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബ ശൈഥില്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതുപോലെയുള്ള തകരാറുള്ള കാരണങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേ പ്രകൃതത്തിലല്ല അള്ളാഹു സൃഷ്ടിച്ചത്, വൈവിധ്യമാണല്ലോ. ഇപ്പോൾ ഷമീം സാറ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതും ഞാൻ പ്രസന്റ് ചെയ്യുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു വൈജാത്യം, ഇന്ന സഅയക്കും ലശത്ത, വൈവിധ്യമാർന്ന പരിശ്രമങ്ങൾ. അപ്പോൾ ഈ ലോകത്തിന്റെ മനോഹരിത തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒരു വീട്ടിലുള്ള 5 പെൺകുട്ടികൾക്ക് 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിലുള്ള പോസിറ്റീവായ എലമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ബദല് പലപ്പോഴും പെണ്ണിന് കിട്ടുന്നത് നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിന് ബദൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ്സ് മാത്രം കണ്ടെത്തുക, അത് ഹൈലൈറ്റ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക. അതായത് ഈ പെണ്ണ് രാവിലെ മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ ഒരു ഭാര്യ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടി എത്ര പൈസ കൊടുത്താലും നമുക്ക് പുറമേന്ന് കൊണ്ടുവരാൻ പറ്റാത്തതാണ്. ഈ ഒരു റെക്കഗ്നിഷൻ, ഈ ഒരു അംഗീകാരം കിട്ടാതെ പോവുകയും എന്നാൽ അവരിലുള്ള മൈനസ് പോയിന്റ്സ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെ മൈനസുകൾ അവളിൽ സംഭവിച്ചിട്ടുണ്ട്, വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഇത് മാത്രം മൈക്രോ ലെവൽ ഒബ്സർവേഷനാണ് ഭർത്താവ് നടത്തുന്നത്. എന്നിട്ട് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അവളുടെ മുമ്പിലും മറ്റു കുട്ടികളുടെ മുമ്പിലും വെച്ച് പറയുമ്പോൾ ഈ പെണ്ണിന് തന്നെ ഒരു തരം നീരസം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്? കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് പോലും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ എൻ്റെ വേഷവിധാനത്തെക്കുറിച്ചോ എൻ്റെ പാചകത്തെക്കുറിച്ചോ എൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചോ എൻ്റെ സമയത്തിൻ്റെ നല്ല ശതമാനം ആ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനും മക്കളെ പോറ്റാനും വീട് അലങ്കരിക്കാനും വീട് വൃത്തിയാക്കാനും അമ്മായിയമ്മയ്ക്ക് ശുശ്രൂഷ നൽകാനും പ്രായം ചെന്ന ആളുകളെ പരിചരിക്കാനും ഒക്കെ ആ സ്ത്രീ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും എവിടെയും പ്രൊജക്റ്റ് ചെയ്യാതെ അവളിലുള്ള മൈനസ് മാത്രം മാർക്ക് ചെയ്തിട്ട് അത് തന്നെ ചർവണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെണ്ണിന് തോന്നുകയാണ്, എന്തിനാണ് ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത്? ഇത് വീഴാൻ പോകുന്ന ഒരാൾക്ക് ഉന്ത് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഈ ഒരു ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാമിലിയിലുള്ള ഡിസ്റ്റൻ്റ് ആയ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫ്രണ്ട് തന്നെയോ, കാരണം ഇന്ന് ചാറ്റിംഗ് എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഈ അടുത്തൊക്കെ വന്ന കൗൺസിലിംഗ് കേസുകളിൽ പ്രധാനമായ വില്ലൻ അപ്പോൾ പ്രായം ചെന്ന് പിന്നെ ഒരു ഇനിയിപ്പം മരണം പ്രതീക്ഷിക്കുന്ന ഒരു പ്രായം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന പ്രായത്തിൽ പോലും വില്ലനായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും ചാറ്റിങ്ങും ആണ്. അപ്പോൾ അത് 40-40 വർഷം ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച ആളുകളുടെ ദാമ്പത്യ ജീവിതത്തെ പോലും അതിലേറ്റവും വലിയ വില്ലനായിട്ട് വൈറസായി മാറുന്നത് ഈ ചാറ്റിംഗ് ആണെങ്കിൽ ആ ചാറ്റിംഗ് എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ സ്ത്രീകളുടെ ഭാഗത്തും ഈ നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ ഭർത്താവിനോട് നടത്തുന്നു എന്നുള്ളത്
അതിനൊരു കാരണമാവാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സ്ത്രീ എന്തുകൊണ്ട് ഡൈവേഴ്സിനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് ചായാനുള്ള കാരണം എന്താണ്. അപ്പം അതില് ഒരു പുരുഷനിൽ നിന്ന് ഒരു പെണ്ണിന് കിട്ടേണ്ട ആ ഒരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, അംഗീകാരം കിട്ടാതെ വരികയും അവളുടെ നെഗറ്റീവ്സ് മാത്രം പരതുകയും അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പെണ്ണിന് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതേ സമയത്ത് അവളുടെ ജീവിതത്തിൽ തൻ്റെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന, അതിനെ പ്രശംസിക്കുന്ന അത്തരം ഇമേജുകൾ അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, അയാൾ എത്ര വിരൂപിയാണെങ്കിലും, ആ വ്യക്തി എത്ര വിരൂപിയാണെങ്കിൽ പോലും അയാൾ നൽകിയിട്ടുള്ള ആ ഒരു അംഗീകാരത്തിന്റെ വാക്കുകൾ, പ്രശംസാ വചനങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഗിഫ്റ്റുകൾ അവളുടെ ലൈഫിൽ മാറ്റമുണ്ടാക്കും. അതാണ് ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പെണ്ണിനെ പോലും വീഴ്ത്തുന്നത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണത് വലിയ ഒരു ആഴമുള്ള കൊക്കയിലേക്കാണ് എന്ന് അവൾ മനസ്സിലാക്കും. പക്ഷേ ഫോർ ദി ടൈം ബീങ്, ആ സമയത്ത് അതിൽ അവർ പെട്ടിരിക്കും. ഇതാണ് ഇന്ന് വിവാഹമോചനം തേടുന്ന പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും ഒരു പ്രധാന കാരണമായി മാറുന്നത്. ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പോലും ഒന്നുകൂടെ ആ ഒരു കാര്യങ്ങൾ, മനുഷ്യരായാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ നന്മകളെ പ്രശംസിക്കുകയും വെൽ ഡൺ എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ ആഗ്രഹിക്കുന്നത് അവർ ചെയ്ത ഒരു കാര്യത്തിനെ മറ്റൊരാൾ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും, നന്നായിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിൻ്റെ അടുക്കൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ത്രീ അടുത്തൊരു ദിവസം അതിനേക്കാളും മികച്ച കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും കാണാതെ അവരുടെ അടുക്കൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് കുട്ടികൾക്കിടയിലും വീട്ടിലെ മറ്റു അംഗങ്ങൾക്കിടയിലും അത് പറയുകയും ചർച്ച ചെയ്യുകയും പരസ്പരം തർക്കുത്തരങ്ങൾ പറയുകയും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഇതൊരു വൈവാഹിക മോചനത്തിന് അല്ലെങ്കിൽ വിവാഹമോചനത്തിന് കാരണമായി തീരുകയും ഇതുപോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ രംഗത്ത് ഇന്ന് ശൈഥില്യങ്ങൾ നേരിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ, ചെയ്ത കാര്യങ്ങൾക്കൊരു നല്ല നന്മ അല്ലെങ്കിൽ വെൽ ഡൺ, ഗുഡ് എന്ന് പറയാൻ, നല്ലൊരു അഭിനന്ദനം നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടേണ്ട ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലും വീട്ടിലെ മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തി എവിടെയും അതിരാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഏറെ വൈകി ഉറങ്ങുന്നതിനിടയിൽ ചെയ്യുന്ന എണ്ണമറ്റ ജോലികൾ എല്ലാ ദിവസവും, കേവലം ഒരു ദിവസം മാത്രമല്ല, ആഴ്ചയിൽ ഒരു ലീവ് എന്ന് പറയണില്ല. നമുക്കൊക്കെ നമ്മുടെ പ്രൊഫഷനാവട്ടെ നമ്മുടെ മറ്റു മേഖലയിലാവട്ടെ നമുക്കൊക്കെ ഹോളിഡേയ്സുകളുണ്ട്. എന്നാൽ ഒരു ഹോളിഡേ ഒരു ദിവസം പോലും ലഭിക്കാത്തൊരു ജോലിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ ദിവസവും 365 ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന ചെറിയ പാകപ്പിഴവുകൾക്ക് എന്തിനവരെ നമ്മൾ പഴിക്കണം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്രമാത്രം മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പരസ്പരം കണ്ടറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം സാധ്യമാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ തന്നെ അള്ളാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത് ഒരു ഇലക്ഷൻ്റെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രബലമായ 2 കക്ഷികൾ ഇലക്ഷന് കോണ്ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പാർട്ടിയുടെ വക്താവ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്, നേതാവിൻ്റെ പേര് ഞാൻ രാഷ്ട്രീയക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നില്ല, അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ഒരു അംഗീകാരം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം പുരുഷന് അത്തരത്തിലുള്ള ഒരുപാട് ഫണ്ടുകളും അതേപോലുള്ള പെൻഷൻ അതൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഡബിളാണ് കൊടുക്കേണ്ടത്. ഒന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്,
ആ ജോലിക്ക് പോകുന്നതിന് അവർക്ക് തൻഹ, അതായത് അതിനുള്ള സാലറി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭർത്താവ് അപ്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ റെസ്റ്റ് എടുക്കുന്ന ഭർത്താവിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ നൽകേണ്ടതുണ്ട്. കാരണം അപ്പോൾ മാത്രമേ സ്ത്രീ ശാക്തീകരണം അവിടെ ഉണ്ടാവുള്ളൂ എന്ന് ആ ഇലക്ഷന്റെ ആ ഒരു പ്രചാരണ വേളയിൽ അദ്ദേഹം പരാമർശിച്ചതായിട്ട് കേൾക്കാൻ ഇടവന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഈ സെൻസ് ഓഫ് റെക്കഗ്നിഷൻ എന്നുള്ള പോയിന്റ് ഏത് മേഖലയിലും അതിൽ നമ്മൾ പൊതുവെ പിഷ്കന്മാരാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് നമ്മുടെ സംഘടനാ തലത്തിലും നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതായത് പൊട്ടൻഷ്യാലിറ്റീസ് അല്ലെ, പൊട്ടൻഷ്യൽസ് എന്നുള്ളത് വൈവിധ്യമുള്ളതാണല്ലോ. തീർച്ചയായും ഇപ്പോൾ എല്ലാ വ്യക്തിത്വങ്ങളും പിന്നെ ഒരേപോലെ ആവില്ല. എന്നാൽ വിഭിന്നമായ കഴിവുകളുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളും കോർഡിനേഷനും ലീഡർഷിപ്പും അതാണ് വേണ്ടത്. അതുണ്ടാവുമ്പോഴാണ് വളർച്ച എല്ലായിടത്തും ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാ ആംഗിളും ഇപ്പൊ നമ്മളൊരു ദോശ ചുടുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം, ദോശ ചില ഭാഗത്ത് വേവാതിരിക്കും. കാരണം ആ ഭാഗത്തേക്ക് ഒന്നുകിൽ ആ പിന്നെ തീ മാവിന്റെ മിക്സിങ് വരാതിരിക്കുക, അല്ലെങ്കിൽ ആ തീ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ വേവില്ല. സമൂഹത്തിലും പല ആംഗിളിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഇവിടെ കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടത്, തുല്യമായ വികാസമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അത് പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീയുടെ മനസ്സ് പതറിപ്പോയാൽ അത് ബാധിക്കുന്നത് ആ മൊത്തം വീടിനെയാണ്. കാരണം ആ വീട് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഈ ഗൃഹനായികക്ക് ഒരു പരിക്ക് വരാതിരിക്കാൻ, മാനസികമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഭാഗത്ത് വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ ഉണ്ടാവുന്ന വലിയൊരു വിഷയം മതവിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ ഇപ്പം എല്ലാവരും ഒരേ ദറജ ഉള്ളവരല്ലല്ലോ. മതവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാൻ യസീദു വയൻഖുസു, ഒന്നത്. രണ്ട്, ജാഹിലിയത്ത് എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മതപരമായ വിജ്ഞാനം സമാഹരിച്ച് ഒരു തഖ്വയുടെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രായമുണ്ട്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര പിന്നെ മോശമായി ജീവിച്ച ആളാണെങ്കിലും ആ ഒരു ബോധം ഉണ്ടായിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ തുടങ്ങും. അപ്പോൾ മതവിഷയങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. എന്നാൽ ഭാര്യ, ഇയാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത്തരം മത നിഷ്ഠയിലായിരിക്കില്ല ഇയാൾ പോലും ജീവിച്ചത്. ഇവളെ തെരഞ്ഞെടുക്കുമ്പോഴും ആ രൂപത്തിലുള്ള ഒരു പെണ്ണായിരിക്കും ഇവൾ. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ അരോചകമായിട്ട് ഈ പെണ്ണിന് പിന്നെ ഫീൽ ചെയ്യാണ്. അതായത് പെണ്ണിന്റെ മതവിജ്ഞാനവും മത നടപടികളും ഭർത്താവിന്റെ അത്ര ഉയർന്നിട്ടില്ല. ഭർത്താവാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ചിട്ടയുണ്ട്. മക്കളെയും അതുപോലെ തന്നെ സ്ട്രിക്റ്റായി വളർത്താൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് പരിശ്രമിക്കുന്നത്. അപ്പൊ ഇത് ഭാര്യക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഇയാളുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് മതപരമായ ആരാധനാ കർമ്മങ്ങളോടൊക്കെ ഒരു തരം പുച്ഛം ഉണ്ടാകുന്ന സമീപനം ഭർത്താവിന്റെ ഈ ഇടപെടൽ മുഖേന അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റങ്ങൾ മുഖേന ഉണ്ടാവുന്നു. ഇത് പലപ്പോഴും നിങ്ങളടുത്തുനിന്ന് ഞാൻ ഡൈവേഴ്സ് വാങ്ങി പോവാണ്, എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം മക്കൾക്കും ഇയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇഷ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മയുടെ ചേർന്നുകൊണ്ടായിരിക്കും മക്കളും പെരുമാറുക. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട്. മതപരമായ കാര്യങ്ങൾ ഒരുപക്ഷെ ജാഹിലിയത്തിൽ ജീവിച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ നല്ലൊരു അവബോധമൊന്നും ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഒരു സമയത്തൊക്കെ ഇസ്ലാമുമായി അല്ലെങ്കിൽ ദീനുമായി വാല്യൂസുമായി ബന്ധപ്പെട്ട് നല്ല ചിന്തകളായിട്ടൊന്നും ആവില്ല ഒരു പക്ഷേ ഈ ഒരു കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എന്നാൽ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരവസരത്തിൽ കേട്ട ഒരു പ്രസംഗമോ അതല്ലെങ്കിൽ ഒരു ഖുതുബയോ അതല്ലെങ്കിൽ വായിച്ച ഏതെങ്കിലും പുസ്തകമോ പലപ്പോഴും മനസ്സുകളെ മാറ്റി ചിന്തിക്കുകയും ഞാൻ ഇത്രമാത്രം അധാർമികതയിലായിരുന്നല്ലോ ജീവിച്ചത്, ഇതുപോലെയുള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോയാൽ അനശ്വരമായൊരു ലോകം, പാരത്രികമായൊരു ലോകം അതെനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ മാറേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിനെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാരിൽ നിന്നും ഒരു സഹകരണം ഉണ്ടാവാതെ വരികയും ഇതൊക്കെ എന്തൊക്കെയോ ഒരു അരോചകമായ കാര്യമാണ്, ഒന്ന് അലംഭാവത്തോടു കൂടി പുച്ഛത്തോടു കൂടി കാണുന്ന സമീപനങ്ങൾ പലപ്പോഴും ഡിവോഴ്സിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ്.
അത് യാഥാർത്ഥ്യമാണ്. ആ രൂപത്തിൽ തന്നെ നമ്മൾ എണ്ണമറ്റ കേസുകൾ പലപ്പോഴും നമ്മുടെ ലൈവ് കൗൺസിലിങ്ങിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ വിഷയവുമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതൊരാളും, ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, അത് കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഏതാനും ദിനങ്ങളോ വർഷങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ആസ്വദിക്കുന്നതോ അല്ല. ദ റിയൽ ലൈഫ് എന്നത് ഹിയർ ആഫ്റ്റർ, അഥവാ നമ്മുടെ മരണശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതം ഏറ്റവും അർത്ഥപൂർണമാക്കാൻ, ഏറ്റവും വിജയമാക്കാൻ, ഏറ്റവും സുന്ദരമായതാക്കാൻ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ വേണ്ട മാർഗം ഏതാണോ ആ മാർഗത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലേക്കെത്താനുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ ആരാണോ നമ്മൾ ഉണർത്തുന്നത്, അതൊരു പക്ഷേ ഭാര്യയാവാം, അല്ലെങ്കിൽ മക്കളാവാം, അല്ലെങ്കിൽ ഭർത്താവാം, ആര് തന്നെയാണെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഇവിടെയും നല്ലൊരു സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റും. അതിലുപരി പാരത്രികമായ മോക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാരണങ്ങൾ ഇനിയും ഒരുപാടുണ്ടാവും, പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയം ഈ ഒരു എപ്പിസോഡിൽ ഇല്ല എന്നുള്ളതൊരു സത്യമാണല്ലോ. ഇൻഷാ അള്ളാ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാം. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും അധികം അനുഭവിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സ്നേഹക്കൂട്ടിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അള്ളാ നല്ലൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബമൊക്കെ ഉണ്ടാവും. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും നല്ല കുടുംബമായിട്ട് മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ തെറ്റുകളും പിഴവുകളും കുറവുകളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയ ബഹുമാന്യനായ പ്രൊഫസർ KP സയ്യിദ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലും പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവണം, ഞങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് കൂടി ആവശ്യപ്പെടുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.